ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗലക്ഷണമാണ് വിട്ടുമാറാത്ത ചുമ എന്നുള്ളത്. ചുമ ഒരു രോഗലക്ഷണമാണ്. നമ്മുടെ ശ്വാസകോശത്തിലുള്ള രോഗാണുക്കളെയും അന്യപദാർത്ഥങ്ങളെയും പുറന്തള്ളാൻ വേണ്ടി ബോഡി തന്നെ പ്രതിരോധിക്കുന്ന ഒരു മാർഗമാണ് ചുമ. രണ്ട് രീതിയിൽ ചുമയുണ്ടാകാം. ഒന്ന് കഫത്തോട് കൂടിയുള്ള ചുമ, രണ്ട് കഫമില്ലാത്ത ഡ്രൈ കോഫ് അല്ലെങ്കിൽ വരണ്ട ചുമ എന്നത്. വിട്ടുമാറാത്ത ചുമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 ആഴ്ചയിലോ അതിലധികമോ നീണ്ടു നിൽക്കുന്ന ചുമയ്ക്കാണ് വിട്ടുമാറാത്ത ചുമ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? പ്രധാനമായും അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ പോലുള്ള ആൾക്കാർക്ക് വിട്ടുമാറാത്ത ചുമ ഉണ്ടാകാറുണ്ട്. രണ്ടാമതായി പോസ്റ്റ്നേസൽ ഡ്രിപ്പ്, അതായത് മൂക്കിൽ നിന്നും തൊണ്ടയിലേക്ക് കഫം ഒലിച്ചിറങ്ങുന്നത് വഴി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചുമ. മൂന്നാമതായി ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ, അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ്. ചില ആൾക്കാർ ചില മരുന്നുകൾ അമിതകാലം ഉപയോഗിക്കുന്നത് വഴി, അതായത് രക്തസമ്മർദ്ദത്തിനുള്ള AC ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പിലുള്ള മരുന്നുകൾ അമിതകാലം ഉപയോഗിക്കുന്നത് വഴി അവർക്കും ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടാകാറുണ്ട്. മറ്റു കാരണങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്യാൻസർ അഥവാ ലങ് ക്യാൻസർ, COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, പുകവലിക്കാരിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗം അഥവാ TB, ശ്വാസകോശത്തിന് പുറമേയുള്ള ഇൻഡസ്ട്രീഷ്യം എന്ന സ്ഥലത്ത് വരുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, ഇവയും വിട്ടുമാറാത്ത ചുമയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് ഈ രോഗലക്ഷണത്തെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. കറക്റ്റായി എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തിപ്പുഴ. ബ്ലെസ്ഡ് ഫോർ ഹീലിംഗ്.